പ്രേമലാലേട്ടാ, ഈ എയർ ഇന്ത്യ നിരോധിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. കാരണം ഇനിയും ജനങ്ങളുടെ ജീവൻ വച്ച് ഇപ്പോൾ മറ്റ് എയർലൈൻസുകളൊക്കെ സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ ഇത്രയും ബുദ്ധിമുട്ട് മറ്റ് എയർലൈൻസുകളെ കൊണ്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ തന്നെ 2 സംഭവങ്ങൾ ഒരേ സമയമാണ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെയാണ് നടന്നിരിക്കുന്നത്, വ്യത്യസ്ത സമയങ്ങളിൽ നിന്ന് മാത്രം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ട് ഏകദേശം 290-ലധികം ആളുകളും ജീവനക്കാരും അടക്കം മരിച്ചു. വെറുതെ നിന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ അടക്കം മരണപ്പെട്ട് അവിടുത്തെ ജീവനക്കാരും. സത്യത്തിൽ എയർ ഇന്ത്യയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ലേ? അത് ഒരു തിരുത്ത് ആദ്യം പറഞ്ഞേക്കാം. 290 പേരല്ല മരിച്ചു, 260 പേര്, 30 എണ്ണം ബോണസായി വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എയർ ഇന്ത്യ ഇന്നലെ തുടർച്ചയായി 2 അപകടം ഉണ്ടായി. ഇത് രണ്ടും ഒരെണ്ണം അപകടമല്ല, ഒരെണ്ണം അപകടം ഒഴിവാക്കി എന്നുള്ളതാണ് കറക്റ്റ്. അതിനെക്കുറിച്ച് ആദ്യം പറയാം. അതായത് ഡൽഹിയിലാണ് സംഭവം. കൊൽക്കത്തയിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ എയർബസ് വിമാനമാണ്. അത് നമ്പർ AI2403. ഈ വിമാനം റൺവേയിൽ കൂടെ നീങ്ങുമായിരുന്നു. ടേക്ക് ഓഫിന് ഏതാണ്ട് 150 കിലോമീറ്റർ വരെ വേഗതയിലെത്തി. അത്യാവശ്യം നല്ല വേഗതയിലാണ്. അപ്പോഴാണ് എന്തോ ഒരു സാങ്കേതിക തകരാറ് പൈലറ്റിന് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അവിടെ വെച്ച് തന്നെ അത് ബ്രേക്ക് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്യുന്നത് അവർ ഒഴിവാക്കി. അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പക്ഷേ ആ വിമാനം അവർ ആ ഒരു സുരക്ഷാ പാളിച്ച അവഗണിച്ച് പറന്നുയർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അതൊരു അപകടത്തിലേക്ക് നയിച്ചേനെ. പക്ഷെ അവരത് ഒഴിവാക്കി. ആ യാത്ര റദ്ദാക്കി. പിന്നീട് വൈകിട്ടത്തേക്കാണ് ആ യാത്ര ഷെഡ്യൂൾ ചെയ്തത്. യാത്രക്കാരെ എല്ലാം ഹോട്ടലുകളിലേക്ക് മാറ്റി. ഇതാണ് സംഭവം ചെയ്തത്. അന്ന് തന്നെ രാവിലെ ഏകദേശം 9:30 കൊച്ചിയിൽ നിന്ന് പോയ ഒരു വിമാനം റൺവേയിൽ, മുംബൈ വിമാനത്താവളത്തിൽ റൺവേയിൽ നിന്ന് തെന്നി മാറിയത്. അത് വലിയൊരു അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. കാരണം റൺവേയിൽ നിന്ന് തെന്നി മാറി ആ വിമാനത്തിൻ്റെ വലതുവശത്തെ എൻജിൻ റൺവേയിൽ ഇടിച്ച് എൻജിന് അത്യാവശ്യം നല്ല പരിക്കൊക്കെ ഉണ്ട്. ഭാഗ്യവശാൽ ഒരു തീപിടുത്തം ഉണ്ടായില്ല. തീപിടുത്തം ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് പോയേനെ. 137 യാത്രക്കാർ ആ വിമാനത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് അതായത് എയർ ഇന്ത്യ ഒരു സ്ഥിരം ഒരു വാർത്താ താരമായി ഇപ്പം മാറിയിരിക്കുകയാണ്. അഹമ്മദാബാദ് വിമാന അപകടത്തിന് ശേഷം തുടർച്ചയായി എയർ ഇന്ത്യയെക്കുറിച്ചുള്ള വാർത്തകൾ, അത് നിസ്സാര സംഗതികളാണെങ്കിൽ പോലും വലിയൊരു അപകടത്തിൻ്റെ ശേഷം വരുന്നതുകൊണ്ടുകൂടി ആ ചെറിയ അപകടങ്ങൾക്ക് പോലും വലിയ വാർത്താ പ്രാധാന്യം കിട്ടുക സ്വാഭാവികമാണ്. ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം ഇപ്പോൾ വർഷകാല സമ്മേളനം നടക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പാർലമെൻറ്റ് അംഗങ്ങൾ ഉന്നയിക്കും. അപ്പോൾ രാജ്യസഭയിൽ വ്യോമയാന മന്ത്രി നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത്, ഇതുവരെ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം എയർ ഇന്ത്യക്ക് 9 കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ 9 കാരണം കാണിക്കൽ നോട്ടീസിലും 5 എണ്ണം സുരക്ഷാ വീഴ്ചകൾ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു വിവരം ഞെട്ടിക്കുന്നതാണ്. 6 മാസത്തിനിടയിൽ 5 സുരക്ഷാ വീഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ റോഡിൽ ഓടുന്ന ബസ് പോലുള്ളൊരു സംഗതി അല്ലല്ലോ വിമാനം. അപ്പോൾ സുരക്ഷാ വീഴ്ചകൾ അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് നോട്ടീസ് കൊടുത്തു എന്നുള്ളതെന്ന് വെച്ചാൽ എയർ ഇന്ത്യ സുരക്ഷാ പാളിച്ചകൾ വരുത്തിയത് കൊണ്ട് കൊടുത്തതാണ്, അല്ലാണ്ട് അവർക്ക് നിർദ്ദേശം കൊടുത്തതല്ല. ഏതോ ഒരു അപാകത ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ, അത് പരിഹരിക്കാത്തതിൻ്റെ പേരിൽ എയർ ഇന്ത്യയോട് വിശദീകരണം ചോദിച്ചതാണ് ഇതെല്ലാം. അപ്പോൾ അത് ഗൗരവ സ്വഭാവമുള്ളതാണ്. പിന്നെ അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ച് ഇത് ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഈ പൈലറ്റുമാർ ബോധപൂർവം ആ വിമാനം തകർത്തതാണെന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് സംബന്ധിച്ചും വ്യോമയാന മന്ത്രാലയം പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ അന്വേഷണം പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ നൽകിയിട്ടുള്ളൂ. ഈ വാർത്തകളെല്ലാം വരുന്നത് ഈ കോക്പിറ്റിൽ പൈലറ്റ് നടത്തിയ സംഭാഷണം അത് കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ വാർത്തകളെല്ലാം വരുന്നത്. പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആ സമയം കോക്പിറ്റിൽ എന്ത് നടന്നു എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ ഇതാണ് അപകട കാരണമെന്ന നിഗമനമല്ല. ആ സമയം കോക്പിറ്റിൽ നടന്ന സംഗതികൾ അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അപകട കാരണം ഇതാണെന്ന് ഒരിടത്തും ആ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ അന്വേഷണ സംഘം കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ധൃതി പിടിച്ച ഒരു റിപ്പോർട്ട് ഏതായാലും തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കിത് സംബന്ധിച്ചുള്ള വസ്തുതകളാണ് അറിയേണ്ടത്. അത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്ന എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും ഒരു കത്ത് വ്യോമയാന മന്ത്രാലയത്തിന് കൊടുത്തിട്ടുണ്ട്. അതായത് അല്ലെങ്കിൽ അവർ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം വാർത്തകൾ പ്രചരിക്കുമ്പോഴെല്ലാം ഈ എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് പ്രതിസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ ഏജൻസി രൂപീകൃതമായത് മുതൽ ഇന്ന് വരെ ഇത് സംബന്ധിച്ചുള്ളൊരു നിയമത്തിൽ പറയുന്ന വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഞങ്ങൾ നടത്തുന്നത്.
അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഇത് സംബന്ധിച്ച് അന്താരാഷ്ട്ര ഏജൻസികൾ നൽകിയിട്ടുള്ള മാനദണ്ഡങ്ങൾ, നിഷ്കർഷകളെല്ലാം പാലിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഈ അപകടത്തിൽ തകർന്ന വിമാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, അതായത് അതിൻ്റെ നമുക്ക് ശേഖരിക്കാൻ പറ്റുന്ന എല്ലാ അവശിഷ്ടങ്ങളും ഇപ്പോൾ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതെല്ലാം പുനഃക്രമീകരിക്കും. അതായത് ഒരു വിമാനം എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ കൃത്യം ഇങ്ങനെ പറ്റുമെങ്കിൽ ഒരു ചട്ടക്കൂട് പോലെ ഉണ്ടാക്കി അതിലിതൊക്കെ ഘടിപ്പിച്ച് ഏതെങ്കിലും ഭാഗം മിസ്സിംഗ് ഉണ്ടോ, അത് ആ ഒരു അപകടം, ആ ഒരു വിമാനം പുനഃസൃഷ്ടിക്കാൻ ഒരു ഏകദേശ ശ്രമം നടത്തും. അപ്പോൾ ആ തരത്തിലോട്ടുള്ളത് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇനി ഇന്നലെ വന്ന ഒരു നിർണായക സംഗതി കൂടി പറയാം. അതായത് ഇപ്പോൾ ഈ അപകടത്തെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളേറെയും ഈ 56 വയസ്സുകാരനായ ക്യാപ്റ്റൻ ശുഭാൻഷു സബർവാൾ, അയാൾ ഈ അപകടം ബോധപൂർവം വരുത്തി എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു സൂചനയിലേക്ക്, കാര്യം ആ ഒരു കാര്യം അതിൽ വരാനുള്ള സാധ്യത കുറവാണെന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. കാരണം ഈ വിമാനം പുറപ്പെടുന്നതിന് കൃത്യം 1 മണിക്കൂർ മുൻപ്, അപകടത്തിൽപ്പെടുന്ന വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഈ വിമാനം അറ്റകുറ്റപ്പണിക്ക് വിധേയമായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഇലക്ട്രോണിക് സംഗതിയായ ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ സംഗതി, അതിന് തകരാറ് വന്നു എന്നുള്ളതാണ്. ഈ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഒരു എനർജിയെ മറ്റൊരു എനർജിയായി കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഉപകരണമാണ് ഈ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഈ സംഗതി വിമാനത്തിൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ മർദ്ദം, അതിൻ്റെ പൊസിഷൻ തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന യന്ത്ര സംവിധാനങ്ങൾക്കുള്ള ഇലക്ട്രിക്കൽ സപ്ലൈയുടെ ഭാഗത്തായിട്ടാണെന്നും പറയും. അപ്പോൾ ഇതിന് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട വിമാനം പൂർണ്ണമായി കത്തി അമർന്നപ്പോൾ ഇതിൻ്റെ ആ പുറകുവശം, അതിൻ്റെ വാലുഭാഗം ഒരു കെട്ടിടത്തിന് മുകളിൽ കത്താതെ അവശേഷിച്ചിരുന്നു. പക്ഷേ അതിനകത്തെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായി കത്തിയ നിലയിലായിരുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന തരത്തിലാണ് അവിടുന്ന് കിട്ടിയ ഒരു എയർ ഹോസ്റ്റസിൻ്റെ മൃതദേഹവും ആ രീതിയിലാണ്. കാര്യം ഇലക്ട്രിക്കൽ തകരാറിനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ തകരാറാണോ ഈ വിമാനത്തിൻ്റെ ഈ മറ്റേ ഇന്ധന വിതരണ സ്വിച്ചിനെ ബാധിച്ചത് എന്നുള്ള തരത്തിലുള്ള സൂചനകളിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുകയാണ്. കാരണം ഒരു പൈലറ്റും ബോധപൂർവം ഈ ഇന്ധന വിതരണ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇനി അബദ്ധവശാൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ആ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ പറയുന്നത്, ഒരാൾ ചോദിക്കുന്നു നിങ്ങളിത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ മറ്റേ ആൾ നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ അത് വിശ്വാസത്തിലെടുത്താൽ അയാൾ ഇത് ബോധപൂർവം ചെയ്യാൻ സാധ്യതയില്ല. അത് മാത്രമല്ല, ഒരു സെക്കൻഡിൻ്റെ ഇടവേളയിലാണ് 2 സ്വിച്ചും ഒരേ സമയം തന്നെ ഇത് ഓഫ് ആകുന്നത്. അതും ഒരു മനുഷ്യ സാധ്യമല്ല എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൻ്റെ ഒരു ഗ്യാപ്പിൽ അത് ചെയ്യുക ഏറെക്കുറെ അസാധ്യമാണെന്നും പറയുന്നു. അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. ഏതായാലും അന്വേഷണം നടക്കുന്നു. ഒരു പൂർണ്ണമായ റിപ്പോർട്ട് വരാൻ ഇനിയും കുറച്ചുകൂടി, അതായത് ഒരു 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കിട്ടുമെന്നാണ് ആദ്യത്തെ ധാരണ. പക്ഷേ അത് കുറച്ചുകൂടി വൈകാനുള്ള സാധ്യതയും ഇപ്പോൾ ഉണ്ട്.